Hi all, welcome to XandY Learning. നമ്മൾ നേരത്തെ 8ാം ക്ലാസ്സിലെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനും വേണ്ടി ഒരുക്കിയ സ്കോളർഷിപ്പ് എക്സാം ആയിട്ടുള്ള എക്സ്പെക്റ്റിലെ കുറച്ച് ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തത്. ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ആരെങ്കിലും കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക. നമ്മൾ ഇത്തരത്തിലുള്ള എക്സാമുകളിലൂടെ വിദ്യാർത്ഥികളെ ഫ്യൂച്ചറിൽ അവർ എഴുതാൻ പോകുന്ന NTSE, JEE, നീറ്റ് പോലുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഒരുക്കിയിട്ടുള്ളത്. ചെറിയ ടോപ്പിക്കുകളായി 10 മിനിറ്റിൻ്റെ 12 മിനിറ്റിൻ്റെയും ഒക്കെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു സംവിധാനത്തിലൂടെ ക്ലാസ്സുകൾ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്ത് നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സിസ്റ്റം ഫൗണ്ടേഷൻ കോഴ്സിലുണ്ട്. നിങ്ങളെ തുടർച്ചയായി ഫോളോ ചെയ്യുന്ന മെൻറ്റേഴ്സ് ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി IITians ആയിട്ടുള്ള NITians ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസും നിങ്ങളുടെ ഡൗട്ടുകൾക്ക് ഉത്തരങ്ങൾ നൽകും. ആ ഒരു നിലയ്ക്ക് എല്ലാ നിലക്കും നമ്മൾക്ക് വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷയായിരുന്നു എക്സ്പെക്റ്റ് എന്ന് പറയുന്നത്. അതിലെ ചോദ്യങ്ങൾ നമുക്ക് തുടരാം. തീർച്ചയായിട്ടും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് 8ാം ക്ലാസ്സിൽ വന്ന മറ്റൊരു ചോദ്യമായിരുന്നു കോൾ യൂസ് ടു ഗെറ്റ് സം യൂസ്ഫുൾ പ്രോഡക്റ്റ് സച്ച് ആസ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡാഷാണ്. obtained by process called dash. In this process coal is heated strongly in the dash. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും കോളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതെല്ലാമാണ്. പെട്രോൾ, ഡീസൽ, ബിറ്റുമിൻ ആണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. കോക്ക്, കോൾ ടാർ ആൻഡ് കോൾ ഗ്യാസ് ഉണ്ട്. അതാണ് ബിയും സിയും. അപ്പോൾ ഒന്നുകിൽ ബി അല്ലെങ്കിൽ സിയും. ഡി എന്ന് പറയുന്ന ഓപ്ഷനും അവിടെ തെറ്റാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇനി ആ പ്രശ്നം നമ്മൾ വിളിച്ച പേരായിരുന്നു കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസസ് നമ്മൾ വിളിച്ച പേര് കാർബണൈസേഷൻ അല്ല. അപ്പോൾ ബി എന്ന് പറയുന്ന ഉത്തരം അവിടെ തെറ്റാണെന്ന് മനസ്സിലായി. എല്ലാവർക്കും അറിയാം പെട്രോളിയം ഉണ്ടാകുന്ന പ്രോസസ്സായിരുന്നു കാർബണൈസേഷൻ എന്നുള്ളത്. ഈ ഒരു പ്രോസസ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ സി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരമെന്ന് ഇവിടെ തന്നെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അബൌട്ട് 1000 ഡിഗ്രി സെൽഷ്യസ്, 1000 ഡിഗ്രി സെൽഷ്യസിൽ എയറിൻ്റെ ആബ്സെൻസിലാണ് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോളിൽ നിന്നും കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് പോലെയുള്ള പ്രോഡക്റ്റുകളെ ഉണ്ടാക്കുന്നത് എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അടുത്തൊരു ചോദ്യം, ഇൻ ജനറൽ ഡാഷ് ഈസ് മോസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ ആൻഡ് ഡാഷ് ഈസ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ കണ്ടക്ടറിൽ മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കണ്ടക്ടർ ആരാണ്? ഏതാണ് മക്കളെ? ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുന്നത് ആരാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സിൽവർ. സിൽവറാണ് ഏറ്റവും നന്നായിട്ടുള്ളത് കേട്ടോ. എന്നാൽ ഏറ്റവും പുവർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി വളരെ കണ്ടക്ട് ചെയ്യുന്നതിൽ വളരെ കുറവായിട്ടുള്ള ഒരു മെറ്റലാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ടങ്സ്റ്റൺ ആണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് സിൽവർ ഒന്നാമത്തെ ഓപ്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. ഗോൾഡ്, സൾഫർ ഒരു പുവർ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ്, നോൺ മെറ്റൽ ആണെങ്കിൽ പോലും. ഗോൾഡ് എന്തല്ല മോസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ നമുക്ക് ഒരിക്കലും പറയാവുന്നതല്ല. സിൽവർ ആണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. കോപ്പർ നമുക്കറിയാം ഹൗസ് ഹോൾഡ് പർപ്പസുകൾക്ക് ഉപയോഗിക്കും. അലുമിനിയം നമുക്കറിയാം ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു നിലക്കെല്ലാം നമുക്ക് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം തീർച്ചയായിട്ടും ഡി ആണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയി നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് മെറ്റൽസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ താഴെ പറയുന്ന മെറ്റൽസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യത്തിലുള്ളത്. 4-5 മെറ്റലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു സാധാരണ സ്കൂൾ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഫൗണ്ടേഷൻ പഠിച്ച കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. കാരണം നമ്മൾ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റിയെക്കുറിച്ച്, റിയാക്ടിവിറ്റി സീരീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ ഹൈ റിയാക്റ്റീവ് ടു ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുകളെ നമ്മളൊരു സീരീസ് ആയിട്ട് ഒരു കോഡായിട്ട് പഠിച്ചിരുന്നു. ആ കോഡ് ഇങ്ങനെയായിരുന്നു: പോസോ കാമ അസി അനിഡിലെ ഹൈക്കോ മെസ്സിഗോ. എല്ലാ മെറ്റൽസിൻ്റെയും ആദ്യത്തെ ലെറ്റർ നോക്കിയാൽ മതി. പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം. അതാണ് പോസോ കാമ. പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം. അസി അനിഡിലെ അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. അസി അനിഡിലെ. ഹൈക്കോ ഹൈഡ്രജൻ, കോപ്പർ. മെസ്സിഗോ, മെസ്സി ഇഷ്ടമുള്ളവർക്ക് മെസ്സി ഗോൾ അടിച്ചു എന്ന് വിചാരിക്കാം. മെസ്സി ഇഷ്ടമില്ലാത്തവർക്ക് മെസ്സിയോട് പോവാൻ പറയാം. മെസ്സിഗോ. മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇതായിരുന്നു ആ കോഡ്. ഇതനുസരിച്ചിട്ടാണ് റിയാക്ടിവിറ്റി കുറഞ്ഞ ഓർഡറിലാണ് അവിടെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. കാൽഷ്യം വന്നിരിക്കുന്നു. പോസോകാമ, അസി അലുമിനിയം, സിങ്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഹൈക്കോ മെസ്സിഗോ കോപ്പർ ഇതാ വന്നിരിക്കുന്നു, മെസ്സി സിൽവർ ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും. ബാക്കിയുള്ള ഏത് ഓപ്ഷനുകൾ നമ്മൾ നോക്കിയാലും തെറ്റായിരിക്കും ഉണ്ടാവുക. ഗോൾഡ് എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഇറ്റ് ഈസ് റോങ്. സിങ്ക് അവസാനത്തിലാണ് വന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് ഓൾസോ റോങ്. അതേപോലെ തന്നെ കാൽഷ്യം ഇടയിൽ വന്നിരിക്കുന്നു അല്ലേ, അവിടെയും എന്താണ്, അത് തെറ്റാണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ച ഈ ഫൗണ്ടേഷൻ കോഴ്സിലെ എല്ലാവർക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്തിട്ടുണ്ടാവും, കൃത്യമായി എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത്, നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ദ പ്രിവെന്റ് ദ കോണ്ടാക്ട് ഓഫ് ഫോസ്ഫറസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വാട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോസ്ഫറസ് എവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്, വാട്ടറിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു നോൺ മെറ്റലാണ്. സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതല്ല ഉത്തരം. ദ ഓക്സൈഡ് ഓഫ് നോൺ മെറ്റൽസ് ഡിസോൾവ് ഇൻ വാട്ടർ പ്രൊഡ്യൂസ് ആൻ ആസിഡ്. എല്ലാവർക്കും അറിയാൻ പറ്റും കാർബണിൻ്റെ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അല്ലേ കാർബോണിക് ആസിഡ് ഉണ്ടാകും. വാട്ടർ ഈ പറഞ്ഞ നോൺ മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ എന്തായിരിക്കും, ആസിഡ് ഉണ്ടാകും വെൻ ഇറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ അതെന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാർബൺ, നൈട്രജൻ, സിലിക്കൺ, ജെർമേനിയം ആർ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റൽ. ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സിലിക്കൺ ഒരു നോൺ മെറ്റൽ അല്ല, ജെർമേനിയവും നോൺ മെറ്റൽ അല്ല. ദേ ആർ മെറ്റലോയിഡ്സ്. അവരൊക്കെ മെറ്റലോയിഡാണ്. കാർബണും നൈട്രജനും നോൺ മെറ്റലാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ്. അടുത്തതും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോൺ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് ഓർ വാട്ടർ. അല്ലേ, ആസിഡുമായിട്ടോ വാട്ടറുമായിട്ടോ റിയാക്ട് ചെയ്യാറില്ല. സിൻസ് ദേ കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ആസ് മെറ്റൽ ഡു. അല്ലേ, സാധാരണഗതിയിൽ മെറ്റൽസ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ഒരു സോൾട്ട് ഉണ്ടാക്കാറുള്ളത്. അതേപോലെ നോൺ മെറ്റൽസ് എന്ത് ചെയ്യൂല, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തതിനാൽ ദേ നോർമലി റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ആസിഡ്. അവരുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യാറില്ല സാധാരണ. ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് ഓർ വാട്ടർ. ഇഫ് എ മെഗ്നീഷ്യം റോഡ് റിയാക്ട് വിത്ത് ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ദ റിസൾട്ട് ആർ. മെഗ്നീഷ്യം റോഡ് കോപ്പർ സൾഫേറ്റിൽ ഇട്ടിരിക്കുന്നു. കോപ്പർ സൾഫേറ്റിൻ്റെ കളറാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. എങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ദ ബ്ലൂ കളർ ഓഫ് സൊല്യൂഷൻ ഈസ് എക്സിസ്റ്റ്. അവിടെ ബ്ലൂ കളർ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഉത്തരം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ മെഗ്നീഷ്യത്തെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിയാക്ടിവിറ്റി കൂടിയ മെഗ്നീഷ്യം റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. നമുക്ക് ഇവിടെ പ്രോഡക്റ്റായിട്ട് കിട്ടുക മെഗ്നീഷ്യം സൾഫേറ്റ് ആയിരിക്കും. അല്ലേ, കോപ്പറിൻ്റെ സ്ഥാനത്ത് മെഗ്നീഷ്യം വരും. ആര് പുറത്തു പോകും? കോപ്പർ പുറത്തു പോകും. അല്ലേ, അപ്പോൾ കോപ്പറാണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. മറ്റൊന്ന് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിനാണ് മക്കളെ ബ്ലൂ കളർ ഉള്ളത്. മെഗ്നീഷ്യം സൾഫേറ്റിന് ഇറ്റ് ഈസ് എ കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. സ്വാഭാവികമായിട്ടും ബ്ലൂ കളർ ഡിസപ്പിയർ ആകും. അപ്പോൾ ഒന്നാമതായിട്ട് ഓപ്ഷൻ എ തെറ്റാണെന്ന് മനസ്സിലാക്കും. കാരണം അവിടെ എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് റോങ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ദ ബ്ലൂ കളർ സൊല്യൂഷൻ ഇസ് ഡിസപ്പിയർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം സൾഫേറ്റ് ആൻഡ് കോപ്പർ. കറക്റ്റ് അല്ലേ? അല്ലേ, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതാ കിട്ടിയിരിക്കുന്നു, കോപ്പറും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ടുള്ളത്. ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിയാക്ടിവിറ്റി കൂടിയ മെഗ്നീഷ്യം റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ ആണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു റിയാക്ഷനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നെല്ലാമാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഒരു മെറ്റൽ സൊല്യൂഷൻ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനാണിത്. കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ഉത്തരം തെറ്റിയിട്ടുണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Copper vessel is exposed to moist air for a long time. It acquires a dull green coating. It is due to the formation. നമുക്കറിയാം കോപ്പറിൻ്റെ അല്ലേ, പഴയ ചെമ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോപ്പർ മെറ്റൽ ഒരുപാട് കാലം നമ്മൾ മോയിസ്റ്റ് എയറിൽ വെച്ചാൽ, അവിടെ തന്നെ അതിൻ്റെ ക്ലൂ ഉണ്ട്. മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോപ്പർ എന്താണ്, ഒരു മെറ്റലാണ്. മോയിസ്ചർ എന്ന് പറയുമ്പോൾ അവിടെ H2O ഉണ്ടാകും, വാട്ടർ വേപ്പർ ഉണ്ടാകും, അല്ലെങ്കിൽ മോയിസ്ചർ ഉണ്ടാകും. സാധാരണഗതിയിൽ ഒരു എയറിൽ വെച്ചാൽ 3 പേരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. ഒന്ന് ഓക്സിജൻ, 2 വാട്ടർ വേപ്പർ, മൂന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഈ H2Oയുമായിട്ടും ഓക്സിജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്താലാണ് സാധാരണ ആ പറഞ്ഞ കോപ്പർ ഒരു മെറ്റൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഹൈഡ്രോക്സൈഡിനെയാണ് ഉണ്ടാക്കാറുള്ളത്. സോ കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യും. പിന്നീടുള്ളത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മെറ്റൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൻ്റെ കാർബണേറ്റിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. കോപ്പർ ഹൈഡ്രോക്സൈഡും
കോപ്പർ കാർബണേറ്റും ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഒരിക്കലും സൾഫേറ്റ് വരില്ല, അവിടെ ഒരിക്കലും നൈട്രേറ്റ് വരില്ല, അവിടെ ഒരിക്കലും അതേപോലെ സൾഫേറ്റും ഹൈഡ്രോക്സൈഡും ആ രൂപത്തിൽ അങ്ങനെയും വരില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മൂന്നും എന്താണ്? തെറ്റാണ്. എ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. മറ്റൊരു ചോദ്യം നോക്കാം. ഡിക്രീസ് ഇൻ പ്രഷർ കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കോസസ്. എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്? ഇന്റർമോളിക്കുലാർ സ്പേസസ് കൊടുത്തിട്ടുണ്ട്, എനർജി കൈനറ്റിക് എനർജിയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം വെച്ച് പറയാം, സോളിഡിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിലേക്ക് നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാലാണ് ഗ്യാസ് ലിക്വിഡായി മാറുന്നത്. വീണ്ടും നമ്മൾ പ്രഷർ കൊടുത്താൽ, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അത് ലിക്വിഡ് സോളിഡ് ആകും. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ ഗ്യാസ് ടു ലിക്വിഡാണ് ആകുന്നത്. എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. പ്രഷർ കുറച്ചാൽ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. ലിക്വിഡ് ഗ്യാസായി മാറും. ലിക്വിഡ് ഗ്യാസായി മാറുമ്പോൾ അതിൻ്റെ ഇൻ്റർമോളിക്കുലാർ സ്പേസസ് എന്ത് ചെയ്യും? മോളിക്യൂളുകൾക്കിടയിലുള്ള സ്പേസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ലിക്വിഡിനേക്കാളും കൂടുതൽ സ്പേസ് ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ ഗ്യാസുകളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർമോളിക്കുലാർ സ്പേസ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം, നമുക്ക് ബി ആണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല, കാരണം എന്തേ രണ്ടിടത്തും ഇൻക്രീസ് ആണ് അല്ലേ. ഹീറ്റ് കൂട്ടിയാൽ നമുക്കറിയാം ഇവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മോളിക്യൂളുകൾ തമ്മിലുള്ള മൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും കൂടും, കാരണം എനർജി അവർക്ക് അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ സോളിഡ് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്താൽ അത് ലിക്വിഡ് ആകും, വീണ്ടും എനർജി അബ്സോർബ് ചെയ്താൽ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ അവർ തമ്മിലുള്ള മൂവ്മെൻറ്റ്, നമ്പർ ഓഫ് മോളിക്യൂൾസുകൾ തമ്മിലുള്ള ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യും? വളരെ കൂടുതലായിരിക്കും. മൂവ്മെൻറ്റ് കൂടിയാൽ അഥവാ കൈനറ്റിക് എനർജി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടെ കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ കൈനറ്റിക് എനർജി കൂടും. അതേപോലെ തന്നെ പ്രഷർ കുറച്ചാൽ ഇൻ്റർമോളിക്കുലാർ സ്പേസ് എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. രണ്ട് ഓപ്ഷനും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ഇൻക്രീസ് ഇൻ ഇൻ്റർമോളിക്കുലാർ സ്പേസ് കൂടും, ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജിയും കൂടും. ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചവർക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഉത്തരം വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ ഗ്യാഷ്യസ് സ്റ്റേറ്റ്? നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ നേരെ മറ്റൊരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ കറക്റ്റായിട്ടുള്ള പോയിന്റ് ഏതാണ് എന്നാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് മാക്സിമം ആണ്, അഥവാ മോളിക്യൂളുകൾ തമ്മിലുള്ള മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്റർമോളിക്കുലർ സ്പേസ് എന്താണ്? ഇന്റർമോളിക്കുലർ സ്പേസ് മാക്സിമം ആണ് എന്നാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ ഗ്യാഷ്യസിൽ എപ്പോഴും എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമുക്കറിയാം ഇന്റർമോളിക്കുലർ സ്പേസ് എന്താണ്? വളരെ കൂടുതലാണ്. ഡെഫിനിറ്റ് ഷേപ്പ് വോള്യൂം ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാൻ പറ്റും ഷേപ്പും വോള്യൂം ആർക്കില്ല? ഈ പറഞ്ഞ ഗ്യാസസിനില്ല. ഹാവ് ഡെഫിനിറ്റ് വോള്യൂം ബട്ട് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. ഇതായിട്ട് സംബന്ധിച്ചാണ് നമുക്കറിയാൻ പറ്റും അല്ലേ. വോള്യൂം ഉണ്ട് പക്ഷേ ഷേപ്പ് ഇല്ലാതാരാണ്? അത് ലിക്വിഡിനെ കുറിച്ചാണ് പറയുന്നത്, നോട്ട് അബൌട്ട് ദ ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട് സബ്ലിംസ് ഓൺ ഹീറ്റിംഗ്? സബ്ലിമേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സോളിഡ് ലിക്വിഡ് ആവാതെ നേരിട്ട് ഗ്യാസായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയായിരുന്നു നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിച്ചത് അല്ലേ. സോളിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സ് വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ് സ്റ്റേറ്റ്. അതിലെ 4 ഓപ്ഷനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് പെട്ടെന്ന് സബ്ലിം ചെയ്യുന്നത്, സബ്ലിമേഷന് വിധേയമാകുന്നത്? അമോണിയം ക്ലോറൈഡ് വിധേയമാകും, അയോഡിൻ ആകും, നാഫ്തലീൻ ആകും, ഡ്രൈ ഐസ് ആകും. ചുരുക്കി പറഞ്ഞാൽ 4 ഓപ്ഷനും വരുന്നത് ഒരേ ഒരു ഉത്തരമായിരിക്കും. 1, 2, 3, 4. ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. 4 പേരും എന്ത് ചെയ്യുന്നുണ്ട്? സബ്ലിമേഷന് വിധേയമാകുന്നുണ്ട്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ്. നമുക്കറിയാം ഇവിടെ ചോദ്യത്തിലെ 4 ഓപ്ഷനുകളും സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടാണ്. ട്രൂ സൊല്യൂഷൻസ് ഹോമോജീനിയസ് ആണെന്ന് പറയുന്നുണ്ട്, ശരിയാണ്. സസ്പെൻഷൻസ് ഹെട്രോജീനിയസ് ആണെന്ന് പറയുന്നുണ്ട്, ശരിയാണ്. ഈ ഒരു ചോദ്യം അവരുടെ യൂണിറ്റ് എക്സാമിൽ നമ്മൾ കൊടുത്തിരുന്നു. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ കൊളോയിഡൽ സൊല്യൂഷൻ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. കൊളോയിഡുകളെ നമുക്ക് ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കൊളോയിഡ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനിയസ് ആണെങ്കിലും അതിലെ മോളിക്യൂൾസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെഡിമെൻ്റ് ആവുകയില്ല. മാത്രവുമല്ല ഫിൽട്രേഷൻ വഴി നമുക്ക് അവയുടെ കോമ്പണൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാനും സാധ്യമല്ല. സ്വാഭാവികമായിട്ടും ഉത്തരം സി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ബാക്കി എന്താണ്? ട്രൂ സൊല്യൂഷൻസ് ആർ ട്രാൻസ്പെറൻറ്റ് ടു ലൈറ്റ് അല്ലേ. ട്രൂ സൊല്യൂഷനിലേക്ക് ലൈറ്റ് പാസ് ചെയ്താൽ
ലൈറ്റിൻ്റെ പാത്ത് ഒരിക്കലും കാണാൻ സാധ്യമല്ല. എന്നാൽ കൊളോയിഡിലും സസ്പെൻഷനിലും അത് സാധ്യമാണ്. അപ്പോൾ ഡിയും ശരിയായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി മാത്രമാണ് നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ മിക്സ്ചർ കണ്ടെയ്ൻ സോൾട്ട്, വാട്ടർ ആൻഡ് അയൺ പൗഡർ, 3 ആൾക്കാരുണ്ട്, സോൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്, അയൺ പൗഡർ ഉണ്ട്, എങ്കിൽ ആ പറഞ്ഞ കോമ്പണൻറ്റുകളെ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക? സോ സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ആണ് ഇവിടുത്തെ ചോദ്യമായിട്ടുള്ളത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമുക്കറിയാം സോൾട്ട്, വാട്ടർ, അയൺ പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സോൾട്ടും വാട്ടറും തമ്മിൽ മിക്സ് ആകും അല്ലേ? സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ എന്നാൽ അയൺ പൗഡർ ഡിസോൾവ് ആകുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം സോൾട്ടിനെയും വാട്ടറിനെയും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നടത്തേണ്ടത് ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റിലേഷൻ നടത്തുന്നു. അതുവഴി എന്ത് ചെയ്യും? ഈ പറഞ്ഞ സോളിഡായിട്ടുള്ള പിന്നെ സോൾട്ട് എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കും. ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ അവിടെ നിന്നും എന്ത് ചെയ്യും? ഇവാപ്രേറ്റ് ചെയ്തു പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ മാഗ്നറ്റിക് സെപ്പറേഷൻ വെച്ച് കണ്ട് നമുക്ക് ഈ പറഞ്ഞ സോൾട്ടിനെയും അതേപോലെ തന്നെ അയൺ പൗഡറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തുന്നു, അതിൽ വാട്ടറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിനുശേഷം വരുന്ന സോൾട്ടിനെയും അതേപോലെ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി സോൾട്ടിനെയും അയൺ പൗഡറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഇത്രയുമാണ് ഇതിലെ ചോദ്യങ്ങളായിട്ടുള്ളത്. കൃത്യമായ ചാപ്റ്ററുകൾ, കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്, കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ IIT NITയിലൊക്കെ പഠിച്ചിട്ടുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള ടീച്ചേഴ്സ്, ഇതാണ് XandYയുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് സമയം കൊല്ലാതെ, മണിക്കൂറുകൾ നീളുന്ന ക്ലാസ്സുകളില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിയറികൾ കൃത്യമായി പഠിച്ച് അതിലൂടെ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നന്നാക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ തീർച്ചയായിട്ടും നിങ്ങളും കൂട്ടുകാരോടൊപ്പം ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്